ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇന്ന് കൊട്ടിക്കലാശം. മധ്യവർഗത്തിന് നികുതി ഇളവ് നൽകിയ ബജറ്റ് തീരുമാനം ഡൽഹിയിൽ അധികാരത്തിലെത്തിക്കുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. എന്നാൽ അടിസ്ഥാന വർഗത്തിനായി നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളിൽ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. പ്രചാരണം അവസാനിക്കുന്നതിന്റെ ആവേശമുണ്ട് ഡൽഹിയിലെങ്ങും. സൗജന്യ പ്രഖ്യാപനങ്ങൾ നിറഞ്ഞു കവിഞ്ഞ പ്രചാരണത്തിൽ അടിസ്ഥാന ജനതയുടെ പിന്തുണ ആര് നേടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. पानी बत्ती और लेडीज फ्री जाती है। हाँ, और क्या नहीं होता, गरीब आदमी क्या नहीं होता है। चौथी बार केजरीवाल। हाँ, केजरीवाल आपकी बार। हाँ, बिल्कुल पक्का। മലയാളികൾ ഒരുപാട് പേര് താമസിക്കുന്ന മയൂർ വിഹാറിലെ ചില്ല ഏരിയയാണിത്. പ്രചാരണം പുരോഗമിക്കുന്നു. സൗജന്യ വൈദ്യുതിയും വെള്ളവും മൊഹല്ല ക്ലിനിക്കും നല്ല വിദ്യാലയങ്ങളുമെല്ലാം കാരണം കെജ്രിവാൾ ഇപ്പോഴും ഡൽഹിക്കാർക്ക് പ്രിയപ്പെട്ടവനാണ്. आम आदमी को क्या माला माल, ऐसे हमारे CM केजरीवाल। और मंत्री वह होता है जो बिना बोले ही जनता के काज करता है और सीट पर नहीं जनता के दिलों पे राज करता है. മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ ഡൽഹിയിലും നമുക്ക് ബാനറുകളും പോസ്റ്ററുകളും ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ആളുകൾ വളരെ നന്നായി രാഷ്ട്രീയം സംസാരിക്കുന്നു. അത് നമുക്കിപ്പോൾ ഇവിടെ കാണാനും അനുഭവിക്കാനും പറ്റുന്നുണ്ട്. ഒരുപാട് കാലമായി ഡൽഹിയിലുള്ള ലക്ഷക്കണക്കിന് മലയാളികളും പോളിംഗ് ബൂത്തിലെത്തും, നേതാവിനെ തിരഞ്ഞെടുക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഇടത് വലത് കാഴ്ചപ്പാടുകളിൽ 5 വർഷം മാറി മാറി വരിക. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു 10 വർഷം ഇടതിന് കിട്ടിയെന്നുള്ളൂ. പക്ഷെ ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു മറ്റ് തദ്ദേശീയ പാർട്ടികളുടെ റോളുണ്ട്. പ്രത്യേകിച്ച് വലിയ വലിയ തോരണങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ നാട്ടിലെ പോലെ അത്ര ഇതായിട്ട് കാണുന്നില്ല. പക്ഷെ എങ്കിലും എല്ലാ വീടുകളിലും കയറി ഇറങ്ങുക എന്നുള്ളതിനെക്കാട്ടി ഒക്കെ ആയിട്ടുള്ള രീതിയിലുള്ള പ്രചരണങ്ങളുണ്ട്. ആരാ നല്ലത്? നമുക്ക് കേസരിവാളിൻ്റെ നോട്ടം. ആണോ? എന്താ എൻ്റെ കാര്യം? എന്താ കാര്യമുണ്ട്? പുള്ളി പല വിധത്തിലും നമുക്ക് എന്തോന്ന് ചെയ്യുന്നുണ്ട്. ഫൈദ വെള്ളത്തിൻ്റെ ചെയ്തു, കറണ്ടിൻ്റെ ചെയ്തു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഇപ്രാവശ്യം കെജ്രിവാളാണ്. ബിൽക്കുൽ. ഇവിടെ കുറേ മലയാളികളില്ലേ, അവരൊക്കെ കെജ്രിവാളിൻ്റെ ആൾക്കാരാണോ കൂടുതലും? കോൺഗ്രസിനും BJP കുറവാ അല്ലേ? നോക്കിക്കോ, നിങ്ങൾ എഴുതി വെച്ചോ. ശരി ശരി ശരി, അപ്പൊ കാണാം. നോക്കി എഴുതി വെച്ചോ പറയുന്നുണ്ടോ? എന്തായാലും നമുക്ക് നോക്കാം, എഴുതി വെക്കാം കെജ്രിവാൾ വരുമോ ഇത്തവണയും ഡൽഹിയിൽ നിന്ന്. എന്തായാലും ഇവിടെയുള്ള ജനങ്ങൾ, ത്രിലോക്പുരിയിലെ ആളുകൾ കൂടുതലും പറയുന്നത് കെജ്രിവാൾ തന്നെ വരുമെന്നാണ്. നമുക്ക് കാത്തിരിക്കാം. ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.